ഈശോ താബോർ മലയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ ഒപ്പം ഏലിയായെയും മോശയെയും ശിഷ്യർ കണ്ടു. ഏലിയ പ്രവാചകനാണ്, മോശ നിയമം നൽകിയ ആളും. പെട്ടെന്നൊരു മേഘം വന്ന് അവരെ മൂടി. അതിൽ നിന്നൊരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതായത് ഏലിയ ഉൾപ്പെടെ എല്ലാ പ്രവാചകരുടെയും മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇവനിൽ പൂർത്തിയായിരിക്കുന്നു. അവർ കേട്ട സ്വരത്തിലൊരു കൽപ്പന കൂടി ഉണ്ടായിരുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. മോശ മുതൽ ഇങ്ങോട്ട് വെളിപ്പെട്ട എല്ലാ നിയമങ്ങളും ഇവനിൽ പൂർത്തിയായിരിക്കുന്നു. ഇനി ഇവനാണ് നിയമം, ഇനി ശ്രവിക്കേണ്ടത് ഈശോയെയാണ്. മേഘം മറഞ്ഞപ്പോൾ ഏലിയായും മോശയും മറഞ്ഞു, ഈശോ മാത്രം അവശേഷിച്ചു. അവർ ഈശോയുടെ അടുത്ത് മലയിറങ്ങി. സത്യത്തിൽ ഏലിയായും മോശയും മറഞ്ഞു, ഈശോ മാത്രം അവശേഷിച്ചു എന്നത് ശിഷ്യരിലും നമ്മിലും ഒക്കെ വരേണ്ട ഒരു വളർച്ചയാണ്. ശിക്ഷ ഭയന്ന് ഞാൻ അനുസരിക്കുന്ന മാമൂലുകളും നിയമങ്ങളുമല്ല ഇനി എന്നെ നയിക്കുന്നത്. അവനോടൊപ്പം നടക്കുമ്പോൾ അവൻ തന്നെ എന്നെ നയിക്കും. പ്രവചനങ്ങളും അടയാളങ്ങളും തേടി ഇനി പോകേണ്ട. എൻ്റെ സാധാരണത്വങ്ങളിൽ എൻ്റെ കൂടെ നടക്കുന്ന ദൈവ സാന്നിധ്യമായി ഈശോ എന്നോടൊപ്പമുണ്ട്. ഇഗ്നേഷ്യസ് ലയോളയൊക്കെ പഠിപ്പിക്കും പോലെ ക്രിസ്തു അടുത്തുണ്ടെങ്കിൽ എന്നപോലെ തീരുമാനങ്ങൾ എടുക്കുക, ഓരോ ചുവടും വെക്കുക, അവനോടൊപ്പം മലയിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുക.